ഇവിടെയാണ് ഭർത്താവിനെ പഠിപ്പിച്ചു തരാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെയും ഗുണമേന്മയുടെയും സഹിഷ്ണുതയുടെയും പാഠം പഠിപ്പിച്ചു തന്ന ഗുണമേന്മയും തൃപ്തി കുടമയും മുഖചന്ദ്രവും സകലത്തിലും തനിച്ചോരിത അതല്ലദീ ഖുലിഅത അലൈഹി മൽആബിസു വനഫായിസു ഫനലൂറുഹു വലാ യൂജദു. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള മുഖകമലത്തെ തന്റെ പുഞ്ചിരിയുടെ അകമ്പടി കൊണ്ട് ആ സൗന്ദര്യത്തെ സദഗുണീഭവിച്ച അല്ലാഹുവിന്റെ റസൂൽ ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞുവത്രേ, ആയിഷ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമേറിയ പെണ്ണിനോടൊന്നറിയോ, അത് നിന്നോടാണ് ആയിഷ. എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹം നിന്നോടാണ് മോള്. ഏത് സമയത്തും എന്റെ ഹൃദയത്തിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണു തുറന്നാ നീയാണ്, നെഞ്ചിനുള്ളിൽ നീയാണ്. ഏഴാം പകലിന്റെ അങ്ങേറ്റത്ത് പോയി ഒളിച്ചു വരനാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയെ എന്ന് മുഖത്ത് നോക്കി പാടേണ്ടത് ആരാന്റെ പെണ്ണിന്റെ മുഖത്തല്ല, ഇന്നലെ ഓഫീസിൽ വന്ന ജോലിക്കാരിയുടെ മുഖത്തല്ല, ബസ് സ്റ്റോപ്പിൽ വെച്ച് നിന്ന മടിക്കുത്തിന്റെ കനം കണ്ടിട്ട് നിന്നെ ചിരിച്ചു കാണിച്ച പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല. നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്ന വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന നിന്റെ മക്കളെ പ്രസവിപ്പിച്ചു തന്ന, നിന്റെ വസ്ത്രം അലക്കി തേച്ചു തന്ന, നീ വരുന്നതും കാത്തു ഉമ്മറപ്പടിയിൽ കണ്ണെത്താ ദൂരത്ത് കണ്ണും നട്ട പോലെ കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പെണ്ണില്ലയോ? അടുക്കളയിലേറ്റവും അവസാനം ഉറങ്ങുന്ന, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന, നമ്മുടെ വീടിന്റെ കരിപ്പുകയുടെ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന നിന്നെ കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയില്ലേ? ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പാടേണ്ടത്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണു തുറന്നാ നീയാണെന്ന് അനുരാഗത്തിന്റെ ആന്തോളനങ്ങളുടെ അതുല്യത്വ സ്പർശത്തെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നവന് അവനാണ് ഏദൻ തോട്ടത്തിലെ ഭർത്താവെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവത്രേ, ആയിഷ, അത് നിന്നോടാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ചോദ്യം അവസാനിച്ചില്ല മുഅ്മിനീങ്ങളെ, ചോദ്യം അവസാനിച്ചില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹാ രണ്ടാമത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെയുള്ള പുരുഷന്മാര് അങ്ങേ കേട്ട സ്നേഹമാരോടാണ് നബിയേ? സ്ത്രീകളിൽ എന്നോടാണ്, പുരുഷന്മാരിൽ ആരോടാണ് നബിയേ? എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചോദ്യത്തിന്റെ മർമ്മമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രേ, ആയിഷ, അബൂക്കി അത് നിന്റെ വാപ്പയോടാണ് മോള്, അബൂക്കി നിന്റെ വാപ്പയോടാണ് മോള്. ഇമാം ബൈഹഖി അടക്കമുള്ള, ഇമാം നസായി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇത് അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. അബൂക്കി നിന്റെ വാപ്പയോടാണ് മോള്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്റെ അബൂബക്കർ, അതെന്റെ പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആയിഷ എന്ന എന്റെ പ്രിയപ്പെട്ട പ്രേമവാദനത്ത് എന്റെ കൈവെള്ളയിൽ വെച്ചാണ് എന്റെ ഭാര്യ പിതാവിനോടാണ് എനിക്ക് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറഞ്ഞു കൊടുത്ത ഞാനടക്കമുള്ള പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാനൊന്ന് ചോദിക്കുകയാ. നമ്മൾ കല്യാണം നടക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വിസ്മരിച്ചു പോകുന്ന, ജീവിതത്തിൽ ഇന്നേവരെ നമ്മളൊരു പ്രാധാന്യം കൊടുക്കാത്ത, എന്നാൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കഥാപാത്രമുണ്ട്. അതാണ് നമ്മുടെ ഭാര്യാപിതാവ്, അതാണ് നമ്മുടെ അമ്മോശം കാക്ക. ഇതേവരെ നമ്മുടെ ജീവിതത്തിൽ ഭാഗതയത്വം കൊടുക്കാത്ത, ഈ കടുവാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന KTCC ആഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോ ഈ ആഡിറ്റോറിയം ഒത്തിരി സന്തോഷം കണ്ടിട്ടുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസത്തെ മൈലാഞ്ചി കല്യാണങ്ങൾ, കല്യാണ ദിവസത്തിന്റെ ദഫ്മുട്ടുകൾ, കല്യാണ ദിവസത്തിന്റെ കല്യാണ പാട്ടുകൾ,
എത്രയേറെ സന്തോഷത്തിന്റെ മൈനാഞ്ചി പൂത്ത സ്ഥലമാണിത്, എത്രയേറെ കരിവിളകൾ പൊട്ടിച്ചിരിച്ച സ്ഥലമാണിത്. പക്ഷെ ഞാൻ പറയുകയാ, ഈ കടുവാപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കണ്ടത് രണ്ട് സ്ഥലത്താ. ഒന്ന് കടുവാപ്പള്ളി മക്ബറയില് ഭാഗത്ത് നിന്ന് അസ്വസ്ഥബാധിതമായ മനസ്സുമായി തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന സിയാറത്തിന് വന്നവർ. രണ്ടാമത് കണ്ണുനീര് ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ആഡിറ്റോറിയത്തിന്റെ അകത്തളത്തിലോ. കല്യാണം നടക്കുന്ന സമയത്ത് ഇതേവരെ നമ്മളെ കാണാത്തൊരു കാഴ്ചയുണ്ട്. ഏറെയോ എന്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹ് ചെയ്യാ പുതിയാപ്ല വരുമ്പോ ആ പുതുമണവാളന്റെ മുമ്പിലേക്ക് മെല്ലെ മെല്ലെ വന്നിരുന്ന് അവന്റെ കൈവെള്ളയിലേക്ക് പ്രിയപ്പെട്ട ഇമാം ഷഫീഖ് ഖാസിമി വന്നു. പുതുമണവാളനും ഭാര്യാപിതാവും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. രണ്ടുപേരുടെ കൈകളിലേക്ക് പിടിച്ചിട്ട് ഇമാം ഷഫീഖ് ഖാസിമി ആ പിതാവിന്റെ കൈവെള്ളയിലേക്ക് നവവരന്റെ കൈയെടുത്തിട്ട് നമ്മുടെ കൈയെടുത്ത് വെച്ചു കൊടുക്കുകയാ. എന്താണെന്നറിയോ, സമയത്ത് ഏറ്റവും വലിയ കണ്ണുനീരറിയാത്ത കണ്ണുനീരാരുടേടാ. ഈ വർക്കല ബീച്ചിൽ പോയാൽ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന അറബിക്കടലിന്റെ തിരമാലകളേക്കാൾ പ്രക്ഷുബ്ധമാണ് പിതാവിന്റെ മനസ്സ്. 18 വർഷക്കാലം കൈവെള്ളയിൽ കൈവല്യം പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച ഓടി വരുമ്പോൾ മിഠായിക്ക് വേണ്ട എന്റെ അടുക്കലെ കോടി വന്നെന്റെ ചുമലിൽ കെട്ടിപ്പിടിച്ച ഈ 18 വർഷക്കാലം വരെ ഓരോ സമയത്തും കാലാണോ കയ്യാണോ വളർന്നിരുന്ന നോട്ടുണ്ട് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമോ. ആ പൊന്നുമോളെ ഇന്നലെ പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുകയാ. ആ സമയത്ത് ആ ഭാര്യാപിതാവിന്റെ ഹൃദയത്തിന്റെ കണ്ണുനീര് കാണാൻ അയാളുടെ ഹൃദയം തിരമാല പോലെ ഇരമ്പുകയാണ്. അവൾക്കിനി ഒരു നല്ല ജീവിതം കിട്ടുമോ? എന്റെ പൊന്നുമോള് കണ്ണുനീര് വരുമോ? എന്റെ പൊന്നുമോള് പോകുന്ന വീട്ട് ഇതേവരെ 18 വർഷം ഞാനും ഭാര്യയും അവളുടെ സഹോദരങ്ങളും കൊടുത്ത ഒരു സ്നേഹം അവൾക്ക് കിട്ടുമോ? അതല്ല, എന്റെ പൊന്നുമോള് ജീവിതത്തിൽ എനിക്കറിയാൻ വിധിക്കപ്പെട്ടവളാണോ? ആ സമയത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറഞ്ഞത് തന്നെ പടകി പറയാനല്ല, ഞാൻ നിങ്ങളും അറിയേണ്ട ഒരു കാഴ്ചയുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ഷഫീഖ് ഖാസിമി നമ്മുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഭാര്യാപിതാവ് പറയുന്നൊരു വാക്കുണ്ട്, ആ പറയുന്നത് നമ്മൾ ഏറ്റു പറയാറുമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ കയ്യിലേക്ക് ഭാര്യാപിതാവ് വെച്ചു തരുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം നമ്മൾ നന്നായി പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഭർത്താവും ഒരു ഭാര്യയെ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളോട് അവിഹിതമായി പെരുമാറില്ല. ആ സമയത്ത് ഭാര്യാപിതാവ് പറയുന്നതെന്താ? അല്ലാഹു കൽപ്പിച്ചു തന്നതുപോലെ എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിലേക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. ഈ ആഡിറ്റോറിയത്തിലെ മുടങ്ങിക്കേട്ട ആ വാക്കിന്റെ അർത്ഥം ഞാൻ എന്റെ ആണുങ്ങളോട് പറഞ്ഞു തരികയാ. ഓരോ പിതാക്കളോട് ഭർത്താക്കന്മാരോട് എന്റെ അല്ലാഹു കൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ. എന്റെ ഈ മകളിതേവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവം എന്റെ പൊന്നുമോൾക്കുണ്ടാകാം, നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാം. അതിനെല്ലാം നീ ഉപദേശിച്ച് പരിഹരിക്കണേ. അതല്ല ഇൻസാഖെന്ന് പറഞ്ഞാൽ നോമ്പില്ലെങ്കിലും നോമ്പുള്ളതുപോലെ അഭിനയിക്കുക. ആ ദുസ്വഭാവം നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും സന്തോഷത്തോടെ അഭിനയിച്ച് മെല്ലെ മെല്ലെ നീ അതിനെ ശരിയാക്കണേ. ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് വരുന്ന പെണ്ണാണ്, അതുകൊണ്ട് അവളോട് നല്ല രീതിയിൽ നീ പെരുമാറണേ. അതല്ല അവളുടെ സ്വഭാവം നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളെ നീ മർദ്ദിക്കരുത്. എന്റെ പൊന്നുമോളെ അടിച്ച് അവശയാക്കരുത്. അവളെ കുറിച്ച് നീ അപവാദം പറയരുത്.
ഞാൻ ഈ ഏൽപ്പിച്ചതുപോലെ ഒരു പോറലും ഏൽപ്പിക്കാതെ അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ, അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ. നീ തിരിച്ചു തന്നാൽ അവൾ എന്റെ ജീവിതത്തിൽ ഒരു അധിക ബാധ്യതയാവില്ല, അവൾ എന്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയാവില്ല, അവളെ നീ എനിക്ക് തിരിച്ചേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. ആ പറച്ചിലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇതൊരു കളിതമാശയല്ല, ഇതൊരു ബലിഷ്ഠമായ ഉടമ്പടിയാണ്, ഇത് ബലിഷ്ഠമായ ഉടമ്പടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വ്യവച്ഛേദനത്തിന്റെ ഗുണപാഠമാണ്. നമ്മുടെ ഭാര്യാപിതാവിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷന് അബൂക്കി, അത് നിന്റെ വാപ്പയാണ് പൊന്നുമോളെ. സന്തോഷായി, അബൂക്കി അത് നിന്റെ വാപ്പയാണ്. ഇതാണ് ജീവിതത്തിന്റെ പൊരുൾ. നമ്മൾക്ക് അവരോട് സഹവർത്തിക്കേണ്ട ചില ബാധ്യതകൾ. അബൂക്കി അത് നിന്റെ വാപ്പായ എവിടാണ്? എന്റെ അമ്മോശൻ കാക്ക. ഭാര്യക്ക് എന്താ സന്തോഷം? ഇത് നമ്മൾ അമ്മോശൻ കാക്കായ കാണുമ്പോ അപ്പൊ നമ്മൾ പറയും, പടച്ചോനെ ഈ അദാബിന്റെ തലയെ വെച്ച ദജ്ജാലാണോ വരണം. ആ ഒരു മനോഭാവമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായി നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗ്ഗത്തിലെ കുടുംബമായി മാറണമെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയണം. ഒരു ദിവസം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലോട്ട് കയറി വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട്, ഈ ആയിഷാനെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബിയുടെ ചോദ്യം, നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ടെന്ന്. ഇന്ന് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പൊക്കെ നമ്മൾ ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ട് കൂട്ടത്തിൽ? കൈവെക്കാൻ പറഞ്ഞ ഉള്ള മാനവും കൂടെ നമ്മൾ പൊക്കണ്ട. ബാക്കിയുള്ളവരൊക്കെ നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് പൊക്കണ്ട. അവനാന്റെ ഭാര്യയ്ക്ക് നോക്ക്, ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുടി നരച്ചു, താടി നരച്ചു, എന്നാലും ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തിട്ട്. അവനവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ ഈ വാളൊക്കെ പറഞ്ഞ അവസാനം ദുആ ചെയ്യുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആളുകൾ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ഭയങ്കര ദുആ. നമ്മളല്ലേ ചെയ്യേണ്ട, പിന്നെ വേറെ ആരും അവർക്ക് വേണ്ടി ചെയ്യാം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഷഫീഖ് വലി ദുആ ചെയ്യും, ഷഫീഖ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ഇർഷാദ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനാണ് ദുആ ചെയ്യുക. അവനാന്റെ ഭാര്യമാർക്ക് വേണ്ടി അവനവൻ ദുആ ചെയ്യുക. ഇറങ്ങിപ്പോയി ഒരു നേരത്തെ അന്നം കാത്തുപോയ ഭർത്താവ് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്താൻ മുസല്ലയിലിരുന്ന സ്വന്തം ഭാര്യ ദുആ ചെയ്യുക. അതിനേക്കാൾ വലിയൊരു കുടുംബജീവിതത്തിന്റെ കെമിസ്ട്രി വേറെയും. ആ കെമിസ്ട്രി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അത്രേ, നബിയേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? ഒന്ന് ദുആ ചെയ്യ് നബി. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ ചെയ്തു. അതൊരു രസകരമായ ദുആയാണ്. മുത്തുനബിയുടെ ജീവിതം ഒരു വല്ലാത്ത ജീവിതം, ഒരു രസകരമായ ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങ് ദുആ ചെയ്തപ്പോൾ ആകാശത്ത് നിന്നും മഴ പോലും വർഷിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. അങ്ങയെ കാത്തി കുടിലിരിക്കുന്ന പാവപ്പെട്ട ആയിഷയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? ഇത് പറഞ്ഞു തരേണ്ട താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈകളിയെത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമതു വമാ തഅഖറതു വമാ അഅലൻതു വമാ അസ്ററതു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മാ തഖദ്ദമതു, ഇതിനു മുമ്പും അവൾ എന്നോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി അവളുടെ സ്വഭാവം വെച്ച് ഇനി അവൾ ഇതേപോലെ പലതും എന്നോട് ചെയ്യാനുമുണ്ട്. അവൾ ചെയ്തതും ഇനി എന്നോട് ചെയ്യാനുള്ളതും, അവൾ രഹസ്യമായി എന്നോട് ചെയ്തതും പരസ്യമായി ചെയ്തതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ രസകരമായ ദുആയാണ്. പെണ്ണല്ലേ, ഇപ്പൊ ദുആ ചെയ്താലും അവളുടെ സ്വഭാവം വെച്ച് വീണ്ടും അവൾ പലതും എന്നോട് ചെയ്യാനിരിക്കുന്നുണ്ട്. ചെയ്തതും ചെയ്യാനിരിക്കുന്നതെല്ലാം എന്റെ പാവപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല ഈ ദുആ കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് ആയിഷ റളിയല്ലാഹു തആല അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാ. നമ്മളൊക്കെ പറയുമല്ലേ തലതല്ലി ചിരിക്കുന്നു എന്ന് നാടൻ ഭാഷ പോലെ ഇമാമിനെ തുറമുദി റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ അബൂ ഈസ തുറമുദി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ദുആ കേട്ട് ആ ആയിഷ റളിയല്ലാഹു തആല ചിരിച്ച് ചിരിച്ച് അവസാനം തലതല്ലി ചിരിച്ച് ഹത്താ സകതത് റഅസുഹാ ഫീ ഹുജ്രി നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ റളിയല്ലാഹു തആലയുടെ തല പോയി ഹബീബായ നബിയുടെ മടിത്തട്ടിൽ ഇടിക്കുന്നത് വരെ ആ മടിയിലെ പോലെ ചിരിച്ച് 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 തളർന്ന് തന്റെ തല അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ ചേർത്ത് വെച്ച് കിടന്നുപോയി. ആയിഷ റളിയല്ലാഹു തആലയുടെ ചിരി കണ്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ അയസുറുകി ദുആരി അയസുറുകി ദുആരി, എന്റെ ദുആ നിന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ, ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ. ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ പോയി തലവെത്തുന്നത് ഒരു ദുആ കേട്ട് പൊട്ടിച്ചിരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8 മടം വീതിയും 10 മടം നീളമുള്ള ആകാശത്ത് മഴ പെയ്താൽ ഓലക്കീലുകളുടെ ഇടയിലൂടെ മഴത്തുള്ളികളെ തടം തള്ളിയാത്തുകൊണ്ട ഒരു കൊച്ചുകൂരയിൽ പൊട്ടിച്ചിരിച്ച് ജീവിച്ചു പോയ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് സൗന്ദര്യം വേണ്ട, കോൺക്രീറ്റ് സൗരത്തിന്റെ ശീതീകരിച്ച റൂമിൽ ഒരു കൊതുകിന് പോലും കിടന്നു വരാത്ത റൂമിൽ കിടന്നിറങ്ങണ്ട. പിന്നെയോ 8 മടം നീളമുള്ള ഒരു കൊച്ചു റൂമിൽ കിടക്കുമ്പോ ആ റൂമിനെ കുറിച്ചാണ്, അവിടെയാണ് ആയിഷ ബീവിയുടെ അടുക്കളയുള്ളത്. 8 മടം നീളവും 10 മടം വീതിയുമുള്ള ഭാര്യ ഭർത്താവ് താമസിച്ച റൂമിനെ കുറിച്ചാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആനിലെ സൂറത്തിന് പേര് നൽകിയത് സൂറത്ത് ഹുജറാത്ത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നാണ് അർത്ഥം. ഏത് മുറിയാണ് അത്? സുൽത്താൻ സലാഹുദ്ദീൻ ബോക്കിയുടെ റൂമല്ല. ഏത് റൂമിനെ കുറിച്ചാ പറയുക? ബോളിവുഡിൽ നടി ആഞ്ചലീന ജോളി മധുവിധു ആഘോഷിച്ച ദുബൈയിലെ പാംതുമീറ ബീച്ചില് കുട്ടിമക്കളിൽ അടിഭാഗത്തു കൂടി പറന്നു പോകുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ട് കിടന്നിറങ്ങിയ മുറിയെ കുറിച്ചല്ല. അറബിക്കടലിൽ നേരെ തിരിഞ്ഞു നിൽക്കുന്ന 1 മാസം 950 കോടി രൂപ വരുമാനമുള്ള 140 റൂമുകളും 2 ഹെലിപ്പാഡുകളും 4 മിനി തിയേറ്ററുകളും 2000 പരിചായകന്മാരും 4.5 ഏക്കർ പൂന്തോട്ടവും 4 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളുകളുമുള്ള മുകേഷ് അംബാനിയുടെ അറ്റ്ലാന്റയെ കുറിച്ചല്ല. പിന്നെ ഈ പറയുന്ന വീടിനെ കുറിച്ചൊന്നറിയോ? ഏത് വീടിനെ കുറിച്ചൊന്നറിയോ? ഒരു നേരത്തെ വിളക്ക് കത്തിക്കാൻ എന്ന പോലും ഇല്ലായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹു തആല 2 കൂട്ടുകാരികളോട് കഥ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞു, എന്റെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിട പറഞ്ഞു പോയത്. പക്ഷേ എന്റെ മടിയിൽ തലവെച്ചിട്ട് എന്റെ ഭർത്താവ് വിട പറഞ്ഞപ്പോഴും എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. കൂട്ടുകാരികളോട് ആയിഷ ബീവി എന്താ പറയാ? വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിയുടെ ഇടത്തെ കവിളിലേക്ക് നിങ്ങളുടെ വലത്തെ കൈ വെച്ചിട്ട് നിങ്ങളുടെ പള്ളയോട് ചേർത്ത് വെച്ചിട്ട് പല്ല് വരെ നിങ്ങൾ തേച്ചു കൊടുത്തതല്ലേ? ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് പല്ല് തേച്ചു കൊടുത്തിട്ടല്ലേ വഫാത്തായത്? എന്നിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖം കണ്ടില്ലെന്നോ? അതിശയോക്തി കലർത്തുന്ന ഈ വാക്ക് കേട്ടപ്പോ പൊട്ടിക്കരന്ന് കണ്ട ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് വിട പറയുമ്പോ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്ത കാരണത്താൽ വീട്ടിൽ കൂരിട്ടായിരുന്നു. എന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് പോലും വെള്ള എണ്ണ കത്തിക്കാൻ
കത്തിക്കാനുള്ള വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തതിനാൽ മരിക്കുന്ന സമയത്തിന്റെ ഭർത്താവിന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലുണ്ട്. ഭാര്യയുടെ നേരക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ഒരു കുടുംബ ജീവിതത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ പട്ടിണിയുടെ ഇടയിൽ കിടക്കുമ്പോഴും ആയിഷ ബീവി പ്രവാചകൻ എന്ന ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരച്ചെങ്കിൽ ആയിഷ ബീവിക്കറിയാ പരിതാപങ്ങളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപനങ്ങളും പരിതിരങ്ങിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിരെ പോലെ പൊട്ടിക്കരഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് ഏറെ പറയാനുള്ള സമയമില്ല, ഏറെ പറയാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ഇത് നമ്മുടെ വീട്ടില് പട്ടിണിയില്ലല്ലോ. സാമ്പത്തികം അടിഞ്ഞുകൂടിയിട്ടും കേരളത്തിന്റെ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2015 85,000-ഓളം ഭാര്യ ഭർത്താക്കന്മാരാണ് വിവാഹമോചനം കാത്തുകിടക്കുന്നത്. കേരളത്തിൽ മാത്രം 85,000-ഓളം വിവാഹമോചന കേസുകളാണ് കേരളത്തിന്റെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. എന്താണ് കാരണമെന്നറിയുമോ? കേരളത്തിൽ വിധവകൾ വർദ്ധിപ്പിച്ചു വരുമ്പോ കേരളത്തിലെ സൈബർ വിധവകൾ വർദ്ധിക്കുകയാണത്രേ. ആരാണ് സൈബർ വിധവ എന്ന് നിങ്ങൾക്കറിയുമോ? മലയാളം അവൾക്ക് കൊടുത്ത പേരാണ് സൈബർ വിധവ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നതുവരെ തന്റെ ഭർത്താവിന് ഭക്ഷണമൊരുക്കി കിടപ്പറയും വിളിച്ചു കാത്തിരിക്കുമ്പോ ആ ഭർത്താവ് ഓഫീസിലിരുന്ന് ജംഗ്ഷനിലിരുന്ന് ഫേസ്ബുക്കിലൂടെ അന്യ പെണ്ണുമായി ചാറ്റ് നടത്തുമ്പോ പാവപ്പെട്ട ഭാര്യ വീട്ടിലെ കിടപ്പറ വിളിച്ചിട്ട് കാത്തിരിക്കുകയാ. ഇവർക്ക് മലയാള രാജ്യം കൊടുത്ത പേരാണ് സൈബർ വിധവ. ആ സൈബർ വിധവകൾ ഗണാനുഗണനമായി വർദ്ധിപ്പിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ രാവിലെ 10 മണി മുതൽ ഇന്നലെ എനിക്ക് വെമ്പായത്താണ് പ്രസംഗം. 7:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എന്റെ വീട്ടിൽ നിറച്ചും ആളുണ്ട്. ഓരോ സമയത്ത് കാരണമല്ല, ഗൾഫിൽ നിന്ന് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഒരാള് പറയാ, വേറൊരാള് പറഞ്ഞത് 2 മക്കളുമായി ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ജീവിക്കാൻ വകയില്ലാതെ ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുകയാ. എന്റെ മകന് 15 വയസ്സ് പ്രായമായി. 5 വർഷം കൂടി എന്റെ പൊന്നുമോനെ വളർത്തിയാൽ അവൻ എനിക്കൊരു നേരത്തെ മരുന്ന് മേടിച്ചു തരാനുള്ള പ്രാപ്തി എത്തിയ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മോനെയും കൂട്ടി അവർ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിയുള്ള പരാതിയുമായി അവരൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണേ. ഒളിച്ചോടിയവൻ മൂവാറ്റുപുഴക്കാരനാ. എന്റെ നാടിന്റെ ഒക്കെ അടുത്ത ഭാഗത്തായതുകൊണ്ടൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. വൈകുന്നേരം വരെ എന്റെ വീടിന്റെ മുറ്റത്ത് ആളുകളുണ്ട്. ആ കൂടെ വന്നൊരു ഭർത്താവിനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗൾഫിലാണ് ജോലി. രാവിലെ എഴുന്നേറ്റാൽ 6 മണിക്ക് എന്റെ ഭാര്യയെ വിളിക്കും, 8 മണിക്ക് എന്റെ ഭാര്യയെ വിളിക്കും, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തിന്റെ ഭാര്യയെ ഞാൻ വിളിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. എഴുന്നേറ്റാൽ ഉടനെ ഞാൻ അവളെ വിളിച്ചിട്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കും. മകരിവിനെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ വിളിക്കും, വിശാഖരിനെ കിടക്കാൻ നേരത്തും വിളിക്കും. ഒരു ദിവസം 10 പ്രാവശ്യം ഞാൻ ഒരു 5 മിനിറ്റിൽ കുറയാറ് എന്റെ ഭാര്യയോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ പറയും ഭർത്താക്കന്മാരെ വിളിക്കാഞ്ഞിട്ടാണ്, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാഞ്ഞിട്ടാണ്. എല്ലാം കൊടുത്ത ഭർത്താവും ഇങ്ങനെ എന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്നിട്ടും അവൾ എന്നെ വിട്ടിട്ട് ഇറങ്ങിപ്പോയി. ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവിനെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഭാര്യമാരുടെ മാതാപിതാക്കളെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഓരോ കഥ കേൾക്കുമ്പോ അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി തരട്ടെ. എങ്ങനെയുള്ള ഭാര്യമാരെന്നറിയോ? നിങ്ങൾക്കറിയുമല്ലോ, പാലാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമി, പിഞ്ചു പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭർത്താവ് ഫലസ്തീനിലേക്ക് യാത്രയാകുമ്പോ ആ പ്രിയപ്പെട്ട പൈതൽ പൈതാഹം കൊണ്ട് പൊട്ടിക്കരയുമ്പോ സഫയിൽ നിന്ന് മറവയിലേക്ക്, മറവയിൽ നിന്ന് സഫയിലേക്ക് ഓടിക്കലണ്ട്. കാൽപ്പാടത്തിന്റെ ഇടയിൽ നിന്ന് നിർഗളിച്ചു വന്ന
ജലസരത്തുകൾ കൊണ്ട് ജലപാനം ചെയ്ത് ആ പ്രിയപ്പെട്ട മകനെ വളർത്തു വലുതാക്കി 8 വർഷക്കാലം വളർത്തു വലുതാക്കുമ്പോ ആരും കടന്നു വരാത്ത മക്കയുടെ ഊഷരഭൂമിയിൽ ആരുമില്ലാതെ തന്നെ മകനായ ഇസ്മായിലിനെ വളർത്തു വലുതാക്കി 8 വർഷം കഴിയുമ്പോഴാണ് ഫലസ്തീനിൽ നിന്ന് പിതാവായ ഇബ്രാഹിം നബി വരിക. തന്റെ പ്രിയപ്പെട്ട പിതാവ് വരുമ്പോ മാറി നിന്നില്ല, ഓടിച്ചെന്ന് സലാം പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പ്രിയാവിനെ കൈപിടിച്ചു കൊണ്ടുവന്ന് അന്ന് രാത്രിയിൽ കിടക്കുമ്പോ സ്വപ്നം കാണുകയാ. രാവിലെ എഴുന്നേറ്റിട്ട് 8 വർഷങ്ങൾ നിന്ന് വീട്ടിൽ വന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നതെന്താ? മോളെ ഹാജറ, നിന്റെ മകനായ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഹാജറ, കേട്ടുപഴകിയ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാ. സഹോദരങ്ങള്, ആ സമയത്ത് നിലവിളിച്ചില്ല, വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നപ്പോ ഞാനാണ് വളർത്തിയതെന്ന് പരാതി കണക്കും പറഞ്ഞില്ല. അള്ള പറഞ്ഞതാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മകനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് വാതിൽപ്പടയിൽ ചാടി നിൽക്കുമ്പോ ഒരു കൈയിൽ മൂർച്ച കൂടിയ പിച്ചാത്തിയും മറുകയിൽ പൊന്നുമോന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഭർത്താവ് പാളക്കെട്ടിലേക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ ചാടി നിന്ന് പൊട്ടിക്കരഞ്ഞില്ല, തലയിൽ കൈവച്ച് ശപിച്ചുമില്ല. ആരോടുകൂടി തന്റെ ഭർത്താവിനെയും മകനെയും ഹാജരാകു പാറപ്പുറത്ത് മലത്ത് കിടത്തിക്കിട്ട് മകനായ ഇസ്മായിലിന്റെ കരുത്തിലേക്ക് മൂർച്ചയുള്ള കത്ത് ചേർത്ത് വെക്കുമ്പോ ആ പൊന്നുമോൻ വാപ്പാ അറുക്കല്ല വാപ്പാ, എന്തേ മോനെ എന്നെ മുഖത്തിന് നേരെ നോക്കിയിട്ട് വാപ്പാക്കന്റെ കരുത്തിറക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തണേ വാപ്പാ, രണ്ടാമതെന്റെ കയ്യും കാലും കെട്ടിയിട്ട് എന്നെ അറുക്കാവൂ. എന്തേ മോനെ എന്റെ കരുത്തിറത്തിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിച്ചെടുക്കുമ്പോ വാപ്പാടെ പൊന്നുമോൻ ഉപ്പാന്റെ മുന്നിൽ കിടന്ന് കൈകാലിട്ടടിച്ച് പെടയുമ്പോ എന്റെ ഉപ്പാക്ക് പിന്നെ പൂർണ്ണമായി തറുക്കാ കഴിയില്ല ഉപ്പാ. പാതി വഴിയിൽ എന്റെ കരച്ചിലും പിടച്ചിലും കണ്ടിട്ട് വാപ്പയെങ്ങാനും ഇതിൽ നിന്ന് പിന്മാറിയാൽ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിലെത്താ കഴിയില്ലല്ലോ ഉപ്പാ. എന്റെ കൈകാലുകള് വെട്ടിവരിഞ്ഞിട്ടേ അറുക്കാവൂ ഉപ്പാ. മൂന്നാമത് പാറക്കത്തിലും മനന്ന് കിടന്നിട്ട് പറഞ്ഞു വെത്രേ ഉപ്പാ, ഞാൻ മരിച്ചാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്. എന്റെ ഉമ്മ 8 വർഷക്കാലം മരുഭൂമിയുടെ വിജനതയിൽ ആരുമില്ലാതെ താലോലിച്ചു വളർത്തിയ എന്റെ ഉമ്മാക്കത് സഹിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കടുത്തു നീട്ടിക്കെടുത്ത് ഉപ്പാനോട് സ്നേഹത്തോടെ പറയുന്നൊരു മകനെ ഇബ്രാഹിം നബിക്ക് സംഭാവന ചെയ്ത കഥാപാത്രമേതാ? ആ കഥാപാത്രമാണ് ബീവി ഹാജറ റളിയല്ലാഹു തആല അൻഹാ. മരുഭൂമിയിൽ നിന്നുകൊണ്ട് മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ ഇസ്മായിലേ, നിന്റെ വാപ്പയായ ഇബ്രാഹിം ഫലസ്തീനിലേക്ക് പോയത് നമ്മളെ ഇട്ടേച്ച് പോയതല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോയതാണ്, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ല മോനെ എന്ന് പറഞ്ഞു വാപ്പയുടെ അഭാവത്തില് വാപ്പയില്ലാത്ത സമയത്ത് മക്കളോട് വാപ്പയുടെ ത്യാഗത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹാജറയായ ഭാര്യയെ നമുക്ക് കിട്ടിയാലല്ലാതെ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് 3 നേരം മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ പൊന്നുമോനെ നിന്റെ വാപ്പ സൗദി അറേബ്യയിൽ കിടന്ന് ഈ പൊരിവയിലത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അയച്ചു തരുന്ന പൈസയാണ് നമ്മുടെ മുമ്പിൽ ആഹാരമായിട്ട് നിൽക്കുന്നത്. നിന്റെ വാപ്പ കടുവാപ്പള്ളിയിലും മത്തിക്കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടുറോഡിലിരുന്നിട്ട് മീൻ കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നു വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു നിന്റെ വാപ്പ ഏറ്റവും ചെറിയ ശമ്പളത്തിലും ജോലി ചെയ്ത് കിട്ടുന്ന പൈസയാണ് മക്കള്. നമ്മുടെ വാപ്പ കഷ്ടപ്പെട്ട പൈസയാണ് ഈ തരുന്ന ആഹാരമെന്ന് 3 നേരം ഭക്ഷണം കൊടുക്കുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ത്യാഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തുന്ന ഒരു ഹാജറക്കല്ലാതെ നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഭാര്യയായി വരാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജറയാക്കി തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയ്യാകും വഹലറാഉദ്ദമി, നിങ്ങളെയും ഹലറാഉദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ.
സ്വഹാബത്ത് ചോദിച്ചു നബിയേ മാ ഹളറാഉ ദമി യാ റസൂലല്ലാഹ് ഹളറാഉ ദമി ആരാണ് നബിയേ അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജരാക്കി തരട്ടെ വാപ്പയില്ലാത്ത സമയത്ത് സമയം നിങ്ങൾക്ക് പോകാൻ ഉണ്ടോ ഇല്ല അവനാൻ ഇതുകൊണ്ടെങ്കിലും നന്നാവട്ടെ എന്ന് കരുതുന്ന ഒരാശ്വാസത്തിന്റെ വാളാണിത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ള സഹോദരങ്ങളെ, തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞാനൊരു കാലഘട്ടത്തിന്റെ പ്രഭാഷണമാണ് നിർവഹിക്കുന്നത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. കാരണം കൈ തൊട്ടാൽ വ്യഭിചാരമാണ്, കണ്ണ് തുറന്നാൽ വ്യഭിചാരമാണ്. നിങ്ങൾ ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോളുടെ കൂടെ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് ഒരു ബൈക്കിൽ ഇറങ്ങിയാലും വാപ്പാക്കും ഉമ്മാക്കും അതിൽ തെറ്റായിട്ട് തോന്നാറില്ല. മോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ആ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ബൈക്കിൽ വന്നിറങ്ങി. അപ്പോഴും ഉമ്മയും വാപ്പയും പറയുന്നത് അവര് ക്ലാസ്മേറ്റ്സ് അല്ലേ എന്ന്. അതെന്താ? അവന് കാള മത്സരത്തിൽ കൊണ്ടാകാൻ വേണ്ടി ചണ്ടത്തം വന്ന മൂരിക്കളയാൻ ഒന്നും സംഭവിക്കാതിരിക്കും. എത്ര ലാഘവത്വത്തോടെ, ഞാൻ ചില സമയത്ത് ചില ഭാഷ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എത്ര ലാഘവത്വത്തോടെ നമ്മൾ കാണും. എന്നിട്ട് എന്തേലും ആയാൽ പിന്നെ കൊണ്ട് പള്ളിക്കുറ്റി പൈസ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാകണ്ടേ, ആദ്യം നമ്മുടെ ഭാര്യ ഹാജരാവണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വാപ്പ ഇല്ലാത്ത സമയത്ത് മക്കളെ ഒരു പെൻസിൽ കടിച്ചു കളയുമ്പോൾ പോലും മക്കളെ ഇത് വാപ്പയുടെ വിയർപ്പിന്റേതാണ് എന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെക്കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തു വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു നല്ല കുടുംബത്തെ സംവിധാനിക്കാൻ കഴിയും. അല്ലാതെ അയാൾ പോട്ടെ നമുക്ക് ആസ്വദിക്കാമെന്നൊക്കെ. ഇന്ന് മിക്കവാറും പ്രവാസികളുടെ കുടുംബത്തിനെ പറ്റി അബദ്ധം ഇതാണ്. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവണ്ട്. എന്താ പ്രവാസി എന്നറിയോ? 1000 റിയാൽ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോക്കറ്റിൽ വെച്ചിട്ട് അവൻ ഇറങ്ങി നടക്കാൻ നേരത്ത് എക്സ്ചേഞ്ചിലേക്ക് പോകാൻ അയക്കാൻ ടാക്സിക്ക് കൈ നീട്ടും. എത്ര റുപ്യ? 10 റിയാൽ, 10 റിയാൽ. അപ്പൊ വിചാരിക്കുമ്പോൾ 10 റിയാൽ ടാക്സിക്കാരന് കൊടുത്താൽ പിന്നെ 990 റിയാല് നാട്ടിലേക്ക് അയക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ആ പച്ചപ്പാവം 10 റിയാൽ വാഹനത്തിൽ സഞ്ചരിക്കേണ്ട ദൂരം അവൻ പൊരിവെയിലത്ത് റോഡിലൂടെ സഞ്ചരിക്കും. അപ്പുറം പോയി ലുലു എക്സ്ചേഞ്ചിൽ പോയി 1000 റിയാൽ തികച്ചവൻ വിചാരിക്കും 10 റിയാൽ ടാക്സി കൊടുത്താൽ ആ 10 റിയാൽ കൊണ്ട് മോളുടെ 1 മാസത്തെ ഫീസ് കൊടുക്കാം. പാവപ്പെട്ടവൻ 1000 റിയാൽ തികച്ചയക്കും. നടന്നു ചെന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്, ബാങ്കിൽ പോയി മേടിച്ചോളീൻ. അവള് ഫോൺ എടുത്ത് 500 രൂപയുടെ ടാക്സി വിളിച്ച് ബാങ്കിൽ പോയി ആ പൈസ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവള് അത് മേടിക്കാൻ പോണത് 500 രൂപയുടെ ടാക്സി വിളിച്ചിട്ട് അവൻ 10 റിയാല് പിശുക്കിയിട്ട് അയച്ചവൻ. ഇതാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അന്തരം. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാര്യക്ക് മാത്രമേ സമാധാനത്തിന്റെ ജീവിതം നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയ്യാകും വഹളറാഅ ദമി, നിങ്ങളെയും ഹളറാഅ ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എന്താ ഹളറാഅ ദം അറിയില്ല? എന്താ ഹളറാഅ ദം? അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ ആ വിഷയം കൂടെ പറഞ്ഞ അവസാനം 2 മണിക്കൂർ ആവാറായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കേൾക്കുന്നത് പ്രയോജനമുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഏതാണ് ഹളറാഅ ദം? കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് കൈപൊക്കി. കല്യാണം കഴിക്കാത്തവർ, ഇതെന്ത് ശൈശവ വിവാഹം നടക്കുന്ന സ്ഥലമാണ്. ഒന്നിനും മീശയില്ല, ഒട്ട് കയ്യും പൊക്കണില്ല. ഒന്ന് പൊക്ക് മനുഷ്യന്മാരെ. കല്യാണം കഴിക്കാത്തവര് അൽഹംദുലില്ലാ. കേട്ടോളി, ഞാൻ ഇനി പറയാൻ പോണ കാര്യം കേട്ടോളി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇയ്യാകും വഹളറാഅ ദമി, നിങ്ങളെയും ഹളറാഅ ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ആരാണ് നബിയേ ഹളറാഅ ദമി യാ റസൂലല്ലാഹ്? ആരാണ് നബിയേ ഹളറാഅ ദം എന്ന് പറയുന്നത്? ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഇംറഅത്തുൻ ഹസനാ ഫീ മംബതതി